പ്രൗഢമായ ഒരു ഭൂതകാലമുണ്ട് പയ്യന്നൂർ എന്ന പ്രദേശത്തിന്. ഇത് വെളിവാക്കുന്നതാണ് പയ്യന്നൂർ പാട്ട് എന്ന കൃതി. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പയ്യന്നൂരിൽ നിന്നും കണ്ടെത്തിയ ഈ താളിയോല ഗ്രന്ഥമാണ് തനി മലയാളത്തിൽ രചിക്കപ്പെട്ട ഏറ്റവും പ്രാചീനമായ കൃതിയെന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈ കൃതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ ഡോക്ടർ ഗുണ്ടർട്ട് താൻ ഉന്നത വിദ്യാഭ്യാസം നടത്തിയ ജർമ്മനിയിലെ ട്യൂബിംഗൻ സർവകലാശാലയ്ക്ക് ഈ കൃതി സംഭാവന നൽകി. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ നിന്നും മതപ്രചാരണത്തിനായി ഇന്ത്യയിലെത്തിയ ഗുണ്ടർട്ട് ഏറെക്കാലം ചിലവഴിച്ചത് തലശ്ശേരിയിലായിരുന്നു. മലയാളിയേക്കാളും നന്നായി മലയാളത്തെ സ്നേഹിക്കുകയും പഠിക്കുകയും ചെയ്ത ഗുണ്ടർട്ട് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി വരെ നിർമ്മിച്ചു. ഡോക്ടർ ഗുണ്ടർട്ട് മദ്രാസ് ജേണൽ ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സയൻസിൽ പയ്യന്നൂർ പാട്ടിൻ്റെ കഥ വിവരിക്കുകയും 16 വരികൾ ഉദ്ധരിക്കുകയും ചെയ്തിരുന്നു. ഗുണ്ടർട്ടിൻ്റെ വിവരണത്തെ അടിസ്ഥാനപ്പെടുത്തി ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ കേരള സാഹിത്യ ചരിത്രം 1-ാം വാള്യത്തിൽ പയ്യന്നൂർ പാട്ടിനെക്കുറിച്ച് പരാമർശിച്ചപ്പോഴാണ് മലയാളികൾ ഈ കൃതിയെക്കുറിച്ച് അല്പമെങ്കിലും അറിഞ്ഞത്. ഏറെക്കാലം കൺവെട്ടത്ത് നിന്ന് മറഞ്ഞുകിടന്ന പയ്യന്നൂർ പാട്ട് ഒടുവിൽ 1993 ട്യൂബിംഗൻ സർവകലാശാലയിൽ നിന്നും ഡോക്ടർ സ്കറിയ സക്കറിയ കണ്ടെത്തുകയും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഗുണ്ടർട്ട് ഉപയോഗിച്ച കയ്യെഴുത്ത് ഗ്രന്ഥത്തിൽ 34 ഓലകളിലായി 104 ഈരടികളാണുള്ളത്. പയ്യന്നൂരിൻ്റെ ഭൂതകാല മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന പയ്യന്നൂർ പാട്ടിൽ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന ഉജ്ജ്വലമായ വ്യവസായ വാണിജ്യ രംഗങ്ങളെ വർണ്ണിക്കുന്നുണ്ട്. കച്ചിൽ പട്ടണം അഥവാ ഇന്നത്തെ കൗവായിൽ നിന്നും പുടവ, രത്നങ്ങൾ, പട്ടുവസ്ത്രങ്ങൾ, ആനത്തോൽ, വാൾ, ചുരിക, അരി, ധാന്യങ്ങൾ എന്നിവ കയറ്റി അയച്ചതായി ഈ പാട്ടിൽ വർണ്ണിക്കുന്നുണ്ട്. കപ്പലുകൾ നിർമ്മിക്കുകയും കപ്പൽ കച്ചവടം നടത്തിവരികയും ചെയ്തിരുന്ന പയ്യന്നൂരിലെ സമ്പന്ന വർഗത്തെയും അവരുടെ വിദേശ വ്യാപാര ബന്ധത്തെക്കുറിച്ചും ഈ പാട്ടിൽ വർണ്ണിക്കുന്നു. ഇത്രയും സമ്പന്നമായ ഒരു ഭൂതകാല ചരിത്രമാണ് പയ്യന്നൂരിന് ഉണ്ടായിരുന്നത് എന്ന് ഇന്നത്തെ പുതുതലമുറ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നിട്ട വഴികളെയും പിന്തുടർന്ന പാരമ്പര്യ മൂല്യത്തെയും തൊട്ടറിയാൻ പുതിയ തലമുറയെ പ്രാപ്തമാക്കുന്നതാണ് നമ്മുടെ നാടൻ കലകൾ. അതുകൊണ്ട് തന്നെയാണ് ഒരു കാലഘട്ടത്തിൻ്റെ നേരുപാടുന്ന നാടൻ കലകൾ നമുക്ക് അത്രയ്ക്കും അമൂല്യമാകുന്നത്. ദേശത്തനിമ വിളിച്ചോതുന്ന അനേകം നാടൻ കലകളുടെ ഈറ്റില്ലം കൂടിയാണ് പയ്യന്നൂർ. പയ്യന്നൂർ കോൽക്കളി കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഉത്കൃഷ്ട കലാരൂപമാണ്. കളരിപ്പയറ്റിൻ്റെ സ്വാധീനവും മെയ് വഴക്കവും താളനിബദ്ധവുമായ ചുവടുകളും ശ്രദ്ധേയമായ വായ്ത്താരികളും ഒത്തിണങ്ങിയതാണ് പയ്യന്നൂർ കോൽക്കളി. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പുനരുദ്ധാരണ സമയത്തെ മഹാകലശത്തിന് ആനിഡിൽ രാമൻ എഴുത്തച്ഛൻ എഴുതിയ ഭക്തിരസ പ്രധാനമായ കലശപ്പാട്ട് എന്ന കൃതിയാണ് പിന്നീട് കോൽക്കളിപ്പാട്ടുകളായി രൂപാന്തരപ്പെട്ടത്. പയ്യന്നൂർ കോൽക്കളിയിലെ ആകർഷക ഇനമാണ് ചരടുകുത്തി കോൽക്കളി. വളരെ ശ്രദ്ധയും താളവും വേണ്ടുന്നതാണ് ഈ കളി. കളിക്കാരുടെ കയ്യിൽ ചരടുകെട്ടി അതിൻ്റെ മറ്റേ അറ്റം മധ്യത്തിൽ ഉറപ്പിച്ചു വെച്ച തൂണിൽ കെട്ടുകയും കളിക്കാർ കളിക്കുന്നതിനൊപ്പം വർണ്ണച്ചരട് വല പോലെ നെയ്തു വരികയും മടക്കം കളിക്കുമ്പോൾ ചരട് അഴിഞ്ഞു വന്ന് പഴയ രീതിയിലാവുകയും ചെയ്യുന്നതാണ് കളിയുടെ പ്രത്യേകത. വിസ്മൃതിയിലായ ചരടുകുത്തി കോൽക്കളിയെ കൂട്ടായ്മയിലൂടെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ് പയ്യന്നൂരിലെ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും.
നല്ല മെയ്വഴക്കവും ദ്രുതചലനങ്ങളും ആവശ്യമായ കോൽക്കളി രംഗത്ത് ഇന്ന് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും വളരെ സജീവമാണ്. താളാത്മകമായ കോലടിനാദം പയ്യന്നൂരിൽ എന്നും ഒരു ലഹരിയാണ്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവായ ഇടവലത്ത് കുഞ്ഞിക്കണ്ണ പൊതുവാൾ, കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് നൽകി ആദരിച്ച യു രാമപൊതുവാൾ എന്നിവരൊക്കെ കോൽക്കളി എന്ന കലയെ പ്രോത്സാഹിപ്പിക്കാൻ അശ്രാന്ത പരിശ്രമം ചെയ്ത ചില വ്യക്തിത്വങ്ങളാണ്. അതുപോലെ യു രാമപൊതുവാളിൻ്റെ മകനായ ശ്രീ VTV ദാമോദരനെ 2006 വിദേശ രാജ്യത്ത് പയ്യന്നൂർ കോൽക്കളി പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഫോക്ലോർ അക്കാദമി അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. ഒരു പ്രവാസിക്ക് ആദ്യമായാണ് ഇത്തരമൊരു പുരസ്കാരം ലഭിക്കുന്നത്. ഒരേ വീട്ടിലെ 2 പേർ, അച്ഛനും മകനും, ഈ പുരസ്കാരത്തിന് അർഹരായതും ഒരു അപൂർവ നേട്ടം തന്നെയാണ്. ഇന്നത്തെ യുവതലമുറയിലെ ഭരത് D പൊതുവാളിനെ പോലുള്ള യുവാക്കൾ കോൽക്കളിയെ പ്രോത്സാഹിപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് തന്നെ ഏറെ അഭിനന്ദനാർഹമാണ്. ഉത്തര കേരളത്തിലെ മറ്റൊരു അനുഷ്ഠാന കലാരൂപമാണ് പൂരക്കളി. നല്ല മെയ്വഴക്കവും താളബോധവും ദീർഘകാലത്തെ അഭ്യാസവും ആവശ്യം വേണ്ടുന്ന ഒരു കലാരൂപമാണിത്. സാധാരണയായി പൂരോത്സവ നാളുകളിലാണ് പൂരക്കളി നടക്കാറുള്ളത്. മീനമാസത്തിലെ കാർത്തിക തൊട്ട് പൂരം നാൾ വരെയാണ് പൂരാഘോഷം. പൂരക്കളിക്ക് നേതൃത്വം നൽകുന്ന ആളിനെ പൂരക്കളി പണിക്കർ എന്നാണ് വിളിക്കുന്നത്. പൂരക്കളി ഒരു സമൂഹ നൃത്ത കല തന്നെയാണ്. ഒരു സമൂഹത്തിൻ്റെ ഒത്തൊരുമയും കൂട്ടായ്മയുമാണ് അതിൻ്റെ സൗന്ദര്യം. ഈ കലയെ പരിപോഷിപ്പിക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ചത് നമ്മുടെ നാട്ടിലെ കാവുകളും കഴകങ്ങളും ക്ഷേത്രങ്ങളുമാണ്. പരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്നും ജ്വലിച്ച അഗ്നിയിൽ വെന്തു വെണ്ണീറായ കാമദേവൻ്റെ പുനർജനിക്കായി 18 കന്യകമാർ 3 ലോകങ്ങളിലും പാടി അവതരിപ്പിച്ച കളിയാണത്രേ പൂരക്കളി. എന്നാൽ കരുത്തും മെയ്വഴക്കവും ഏറെ പ്രകടമാക്കുന്ന പൂരക്കളി ചുവന്ന പട്ടും കറുത്ത ഉറുമാലും ധരിച്ച് സാധാരണ പുരുഷന്മാരാണ് അവതരിപ്പിക്കാറുള്ളത്. പകലന്തിയോളം പണിയെടുത്ത് വീടണയുന്ന അന്നത്തെ യുവാക്കൾക്കുണ്ടായിരുന്ന മാനസികോല്ലാസം കൂടിയായിരുന്നു ഇതുപോലുള്ള നാടൻ കലാരൂപങ്ങൾ. ഇന്നത്തെ പുതുതലമുറയിലെ ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള നല്ലൊരു വ്യായാമ കല കൂടിയാണ് ഇത്തരം നാടൻ കലാരൂപങ്ങൾ. പയ്യന്നൂരിൻ്റെ ഉജ്ജ്വലമായ ഭൂതകാല ചരിത്രം വരും തലമുറകൾ കൂടി പകർന്നു നൽകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പയ്യന്നൂർ ചരിത്രങ്ങളിലൂടെ എന്ന ഡോക്യുമെൻ്ററിയുമായി ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോൾ മാത്രമാണ് ഈ പ്രദേശത്തുകാരായിട്ട് പോലും നമ്മുടെ നാടിനെക്കുറിച്ച് അഭിമാനിക്കാവുന്ന പല കാര്യങ്ങളും നമുക്ക് പോലും അറിയില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞത്. അടുത്ത ഒരു തലമുറയ്ക്കപ്പുറം വിസ്മൃതിയിൽ ആണ്ടുപോയേക്കാവുന്ന പല ചരിത്ര വസ്തുതകളും നമ്മൾ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നു മാത്രമല്ല, ഇതിൻ്റെ ചിത്രീകരണത്തിനായി ഓരോ സ്ഥലവും സന്ദർശിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ സ്നേഹോഷ്മളമായ സ്വീകരണം ഒരു 3-4 എപ്പിസോഡുകളിൽ ഒതുക്കാമെന്ന് കരുതിയ നമ്മുടെ ഈ ഉദ്യമം നമ്മെ 10ഓളം എപ്പിസോഡുകൾ വരെ എത്തിക്കുന്നതിന് പ്രചോദനമായി. ഇതിൽ എടുത്തു പറയേണ്ടത് രാമന്തളി ജുമാ മസ്ജിദ്, MRCD, സഞ്ജയൻ വായനശാല, കുഞ്ഞിമംഗലം വെങ്കല ഗ്രാമം എന്നിവയുടെ ഭാരവാഹികളുടെ ഹൃദ്യമായ സ്വീകരണമായിരുന്നു. ലഭ്യമായ പുസ്തകങ്ങളിൽ നിന്നും ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നും അതുപോലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പഴയ തലമുറയിലെ ചില വ്യക്തിത്വങ്ങളിൽ നിന്നും പയ്യന്നൂരിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്രവും സംക്ഷിപ്തവുമായ ഒരു വിവരണം നൽകാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഡോക്യുമെൻ്ററിയുടെ ഓരോ എപ്പിസോഡുകളും മുടങ്ങാതെ കണ്ട് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകി നമ്മെ പ്രോത്സാഹിപ്പിച്ച നിരവധി പേരുണ്ട്. അതിൽ പ്രധാനികളാണ് പ്രമുഖ എഴുത്തുകാരനും വാഗ്മിയും മുൻ ഗവൺമെൻറ് സ്പെഷ്യൽ സെക്രട്ടറിയുമായ K. സുദർശൻ സർ, അബുദാബിയിലെ നാഷണൽ എഞ്ചിനീയറിംഗ് സർവീസസ് ആൻഡ് ട്രേഡിംഗ് കമ്പനിയുടെ മുൻ കമേഴ്ഷ്യൽ മാനേജറായ ദേവദാസ് പൊതുവാൾ, ഏഷ്യാനെറ്റ് റേഡിയോ പ്രോഗ്രാം ഡയറക്ടറായി വിരമിച്ച രമേശ് പയ്യന്നൂർ, എറ്റിസലാത്ത് സീനിയർ എഞ്ചിനീയറായ B. ജ്യോതിലാൽ,
വേൾഡ് വിഷൻ ചാനൽ ഡയറക്ടറായ ബാബുരാജ്, അബുദാബിയിലെ പ്രശസ്ത സംഗീത അധ്യാപകനായ ശ്രീ വിഷ്ണു മോഹൻദാസ് എന്നിവരെ നാം ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ നമ്മെ പിന്തുണച്ച മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും. ഇനിയുമുണ്ട് ഏറെ. ചരിത്ര സത്യങ്ങളും മിത്തുകളും തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. ഏവർക്കും നന്ദി.